അനുഭവത്തിൽ ദുർബല ഹൃദയനാണ്, സഹൃദയത്വമുള്ളവരാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കുവാനും ക്ഷമിക്കുവാനുള്ള സംസ്കാരമുള്ളവരാണ്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം. അങ്ങനെ തന്നെ ചില അപവാദങ്ങൾ കണ്ടേക്കാമെങ്കിൽ ഞാൻ ഇത്ര ആൾക്കൂട്ടമൊന്നും പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ഈ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ പ്രസ്കപ്പിൽ നടന്ന ശ്രീ ഹരിയുടെ അനുസ്മരണത്തിലാണ് ഞാൻ വന്നത്. അന്ന് കുറച്ച് 10-15 പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വരണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചു. അപ്പോൾ എന്തായാലും വരാൻ തീരുമാനിച്ചു. രാഘവചേട്ടന് കൊടുക്കും, ശ്രീലതാനന്ദ പൂരിയുണ്ട്, അപ്പോൾ ഞാൻ മാത്രം വഴിയുണ്ടാൻ ഉദ്ദേശിച്ചു. ഞാനൊന്നും തീരുമാനിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ സൗഹൃദത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചാണ് എനിക്ക് ഓർക്കുന്നത്. മറ്റൊന്നുമല്ല, കുറച്ച് കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അത് മറ്റൊന്നുമല്ല, പണ്ട് ബ്രിട്ടനിൽ ഒരു വലിയൊരു ധനികനുണ്ടായിരുന്നു. ഒരു വലിയ ധനികനാണ്, കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള ഒരു വലിയ ധനികൻ. അദ്ദേഹത്തിന് ഏക മകൻ 9 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. വർഷകാലത്തും തണുപ്പ് കാലത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ഒരു ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റുമായിരുന്നു ഭാര്യ സമയത്ത്. അപ്പോൾ ആ ബംഗ്ലാവ് കാത്തു സൂക്ഷിക്കുന്ന ഒരു തോട്ടക്കാരനും ഭാര്യയും ഒരു മകനുമാണ്. ആ കുട്ടിക്ക് 9 വയസ്സ് പ്രായമാണ്. അങ്ങനെ ഒരിക്കൽ ഈ വേനൽ അവധിക്ക് ഈ പണക്കാരൻ ബംഗ്ലാ ഈ ചെറിയ സ്ഥലത്ത് വന്ന് താമസിക്കും. അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയിൽ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പണക്കാരൻ്റെ മകന് കൗതുകം തോന്നി. ചെറിയ പേപ്പർ കൊണ്ട് ബോട്ട് കളിക്കാൻ തോന്നി. അങ്ങനെ അവൻ ചെറിയ ബോട്ട് കൊണ്ട് ഉണ്ടാക്കി അതിനകത്ത് കളിക്കാൻ. അപ്പുറത്ത് അതേ പ്രായമുള്ള കുട്ടി ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ കുട്ടിയെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും തൊട്ടപ്പുറത്ത് ഇരുന്നുകൊണ്ട് തോട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഈ പയ്യൻ കാല് തെറ്റിയ നദിയിൽ, വലിയ ഒഴുക്കുള്ള നദിയായിരുന്നു. പെട്ടെന്ന് ഒഴുക്കപ്പെട്ട ആ കുട്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി കൈകാലിട്ടടിച്ചു. ഓടി വന്ന അച്ഛനും അമ്മയ്ക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞു. അവരാരും എടുത്തിയാടി ഇങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെയാണ് ഒരമ്മയും തൻ്റെ കുഞ്ഞ് സ്നേഹത്തിൽ വീഴുമ്പോൾ കൂടെ ചാടി രക്ഷിക്കാറുണ്ട്. അവരുടെ ജീവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മാതൃത്വം മാറി. ഈ അച്ഛനും അമ്മയും കൂടെ നോക്കി നിൽക്കുന്നതല്ലാതെ ആ നദിയിൽ ഇറങ്ങുവാനോ നദിയിൽ ചാടി കുഞ്ഞിനെ രക്ഷിക്കാനോ ശ്രമിച്ചില്ല. ഒരുപക്ഷെ അവരുടെ ജീവൻ അപകടത്തിലാകും എന്നുള്ളതുകൊണ്ടാകാം. പക്ഷേ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന കുട്ടി, 9 വയസ്സുള്ള കുട്ടി, ഒരൊറ്റ കുതിപ്പായിരുന്നു. കയ്യിൽ നിന്ന് പൈപ്പ് എടുത്ത് കളഞ്ഞുകൊണ്ട് ഒരൊറ്റ കുതിപ്പായിരുന്നു. കുതിച്ച് ആ കുട്ടിയുടെ ഒഴുക്കിനകത്ത് ഓടിപ്പോയി അവിടെ ചാടി അവനെ മുറിയെ പിടിച്ച് രക്ഷപ്പെടുത്തി വലിച്ച് എടുത്തുകൊണ്ട് കരയ്ക്ക് വെള്ളേക്ക് അങ്ങോട്ട് പറയാൻ ആ കുട്ടി തന്നെ ക്രിയകളൊക്കെ ചെയ്ത് കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു. അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമാണ്. തൻ്റെ ഏക മകൻ, തൻ്റെ അനന്തകോടി സ്വത്തുക്കളുടെ ഏക മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം തോന്നി. ആ തോട്ടക്കാരൻ ചോദിച്ചു, എടാ, നിന്റെ മകൻ എൻ്റെ മകനെ രക്ഷിച്ചു. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ വിചാരിച്ചാണ് പോകുന്നത്. പക്ഷെ നിന്റെ മകൻ എൻ്റെ കുട്ടിയെ രക്ഷിച്ചു. ഞാൻ നിനക്ക് എന്താണ് സമ്മാനമായി തരേണ്ടത്? അപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ ഉപ്പും ചോറും തിന്നവല്ലേ ഞാൻ, എനിക്കെന്താണ്? അതല്ല, എൻ്റെ കുട്ടിയെ രക്ഷിച്ച എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതൊന്നും വേണ്ട, തരാൻ ആവശ്യമില്ല. അതല്ല, എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റുന്ന കുട്ടിയോട് കുട്ടി പറയാൻ എനിക്കൊന്നും വേണ്ട. പക്ഷേ നിർബന്ധം കൂടിയപ്പോൾ ആ തോട്ടക്കാരൻ പറഞ്ഞു, അതെനിക്ക് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് പഠിക്കണമെന്നുണ്ട്. അവൻ പഠിക്കാൻ പഠിക്കാനാണ്. പക്ഷേ അവന് ദൂരെ പോയി പഠിക്കാനുള്ള അന്നേരം ശമ്പളം കൊണ്ട് ഞാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവന് പഠിക്കണമെന്നുണ്ട്. അതിന് കഴിവുണ്ട്. അദ്ദേഹത്തെ അവനെ പഠിപ്പിക്കുക. ആ അപേക്ഷ ആ പണക്കാരനെ ഏറ്റെടുക്കുകയും ആ കുട്ടിയെ അദ്ദേഹത്തോടൊപ്പം ടൗണിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വശത്ത് തോട്ടക്കാരൻ്റെ മകനും മറുവശത്ത് ഈ പണക്കാരൻ്റെ മകനും പഠിച്ചു. 1-ാം ക്ലാസ് പഠിച്ച് ഉന്നതങ്ങളിലെത്തി. അവസാനം
എത്തിയത് എവിടെന്നറിയോ? ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറുവാൻ തോട്ടക്കാരൻ്റെ മകൻ സാധിച്ചു. ഇക്കാലത്ത് അനേക ലക്ഷങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച പെൻസിലും കണ്ടുപിടിച്ച ആരെങ്കിലും അറിയോ? പെൻസിലും കണ്ടുപിടിച്ച ആളാരാണ്? അണിമാനല്ല. അണിമാൻ ഹോമിയോപ്പതി കണ്ടുപിടിച്ച ആൾ. നല്ല വിവരമുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. കറക്റ്റ്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആ തോട്ടക്കാരൻ്റെ മകനായിട്ട്. മറ്റേ വശത്ത് ഇന്ത്യ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ പ്രസിഡന്റായ റൂസ്വെൽറ്റ് പ്രസിഡന്റായി. അദ്ദേഹം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒരു കുതിപ്പായിരുന്നു. അന്ന് ആ കുട്ടി എടുത്ത് ചാടി വെള്ളത്തിൽ ചാടി ആ കുട്ടിയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉണ്ടാവില്ല. റൂസ്വെൽറ്റ് നല്ല ശക്തനായ പ്രണാളികയായിരുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നതായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദമാണ്, സ്നേഹമാണ്, കൂട്ടായ്മയാണ്. പക്ഷേ അത് പലപ്പോഴും ചലിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ എന്നെ ഈ പ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പത്മകുമാറുണ്ട്. അവിടെ ഇല്ലെന്നോ വെള്ളായണിയിലാണ്. പിന്നെ ഞാൻ ക്ഷണിച്ചത് നൃത്തകല. ഇരിക്കുന്ന അതായത് കണ്ടാത്തം നൃത്തക്കാരിയാണെന്ന് കണ്ടാത്തും നൃത്തകലയാണ്. ആ കലയ്ക്ക് പഠിച്ച ആളാണ്. ഏറ്റവും വലിയൊരു വിഷമം ഞാൻ പറയട്ടെ, ഇതുവരെ ഇതിൻ്റെ പ്രസിഡന്റ് ഞാനിപ്പോൾ ഇവിടെ വെച്ചാൽ എന്നെ ഒരിക്കലും വിളിച്ചിട്ട് പോലുമില്ല. ഇതിന് ചില രീതികളുണ്ട്. ഇവിടെ ക്രമം തെറ്റിയാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു. അതൊക്കെ ഒരു യോഗം എങ്ങനെ നടക്കണമെന്ന് നടത്തണമെന്ന് പഠിക്കണം. അതൊരു വിഷയം അറിവുകളുണ്ടാകാം, അല്ലെങ്കിൽ പരിചയക്കുറവുണ്ടാകാം. പഠിക്കണം എല്ലാവർക്കും. ഞങ്ങളൊക്കെ സഹിച്ചു പോകും. സീതാരാമനും ഞാനൊക്കെ സഹിച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല. ചില നടപടിക്രമങ്ങളുണ്ട്. ഇല്ല വിശ്വാസത്തിന് അറിയാം. ശരിയല്ല ഞാൻ പറഞ്ഞത്. നടപടിക്രമങ്ങളെല്ലാം തെറ്റിയാണ്. അതെല്ലാം അങ്ങനെയല്ല, ചിട്ടയായിട്ടെല്ലാം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലീകൃതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഒരു കലാകാരി ഉണ്ട്, ലത. ഡോക്ടർ ലത ഷാനി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. വലിയൊരു കലാകാരിയാണ്, വലിയൊരു നർത്തകിയാണ്. ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല സിനിമാ പ്രൊഡക്ഷന് കാശ് കൊടുത്ത് സഹായിക്കുന്ന ആളുകളാണ്.